ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അനഘയെ നമ്മുടെ അഭി പറഞ്ഞിട്ട് കൊല്ലാക്കൊല ചെയ്തതും അതിനുശേഷം അതിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയതും പിന്നീട് അവിടെ നിന്ന് ആ കിളവിനെ എങ്ങനെ വിളിക്കുക, ആ മൂർത്തി സാറിനെ എങ്ങനെ വിളിക്കുക എന്നും പറഞ്ഞ് ഇവന്മാർ രണ്ടുപേരും കൂടി മൂർത്തി സാറിനെ വിളിക്കുന്നതും തുടങ്ങിയ കാര്യങ്ങളെല്ലാം അവന്മാർ ആ ആശുപത്രി ചെയ്തു കൂട്ടിയ കാര്യങ്ങളെല്ലാം വീട്ടിൽ നിന്നിങ്ങനെ ആലോചിക്കുക കേട്ടോ. അങ്ങനെ മുത്തശ്ശൻ ഇതെല്ലാം കേട്ട് അങ്ങ് പോരുകയും ചെയ്തു. അപ്പോൾ ഇതിന് ശേഷം ഈ ഡോക്ടർ ഇവന്മാരോട് കാര്യങ്ങളെല്ലാം പറയാം അനഘയെപ്പറ്റി. ഒരു നേരിയ ചലനം മാത്രമാണ് ഇപ്പം ബാക്കിയുള്ളതെന്ന്. അപ്പോൾ ഇവന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നോക്കുക കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ കുട്ടി എന്തെങ്കിലും സംസാരിച്ചോ ഡോക്ടർ എന്ന് ചോദിക്കുമ്പം ഇല്ല, അബോധാവസ്ഥയിലാണ്, അതിൻ്റെ നാളുകൾ എണ്ണപ്പെട്ടു എന്നുള്ളത് അതിന് തന്നെ അറിയാം. പിന്നെ എന്നെ അവസാനമായി കാണുമ്പോൾ അത് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ആ കുട്ടി സംസാരിച്ചതെന്നുള്ള കാര്യങ്ങളൊക്കെ ഡോക്ടർ പറയുക. ആ കുട്ടിയുടെ മോൾ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ കുഞ്ഞ് വീട്ടിലാണ് ഡോക്ടർ, അമ്മയ്ക്ക് എന്ത് പറ്റിയെന്ന് അറിയാതെ മോളാകെ വിഷമിച്ചിരിക്കുകയാണെന്ന കാര്യമൊക്കെ ഇവന്മാർ ഡോക്ടറോട് പറഞ്ഞു. അതും പറഞ്ഞ് ഡോക്ടർ അങ്ങോട്ടേക്ക് പോയിട്ടോ പാവം എന്നും പറഞ്ഞ് അഭിസാറിനെ വിളിച്ച ഈ വിവരങ്ങളൊക്കെ പറയണ്ടേ എന്ന് ഇവന്മാർ രണ്ടുപേരും പരസ്പരം എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുക. അന്നേരം ഇപ്പം അയാളെ വിളിക്കുന്നത് അപകടമാണെന്നും അഭിസാർ ഇപ്പോൾ വീട്ടിലെത്തി കാണും, അവൾ മരിച്ചു എന്നാണ് നമ്മൾ വിളിച്ചു പറഞ്ഞിരിക്കുന്നതെന്ന കാര്യവും പിന്നെ എന്നിട്ട് നേരിയ ചലനം ഉണ്ടെന്നൊക്കെ അറിഞ്ഞാൽ അങ്ങേരുടെ നല്ല ജീവൻ അങ്ങ് പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ പൾസൊക്കെ നിന്നായിരുന്നല്ലോ ചേട്ടാ? അതെ, പൾസിൽ നിന്ന് മനസ്സിലാക്കിയിട്ടല്ലേ നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത്, മരണം ഉറപ്പിക്കാനായിട്ട്. പിന്നെ അപ്പോൾ അവൾക്ക് ആയുസ് നീട്ടിക്കിട്ടുകയാണ് ചെയ്തത്, എങ്കിലും ജീവിക്കാനൊന്നും പോകുന്നില്ലെന്ന കാര്യമൊക്കെ ഉമാർ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുക കേട്ടോ. അല്ലെങ്കിൽ തന്നെ ഇന്നോ നാളെ എന്നൊക്കെ പറഞ്ഞിരുന്നതല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവന്മാർ തമ്മിൽ അവിടെ ചിന്തിച്ച കാര്യങ്ങളെല്ലാം ഇങ്ങനെ റിവൈൻഡ് ചെയ്ത് വരുന്നു. പിന്നെ വീട്ടിൽ അഭി നല്ലവനായ ഉണ്ണിയായി ചമഞ്ഞ് അവിടെ അങ്ങനെ നിൽക്കുക. ആദർശിൻ്റെയും അനഘയുടെയും ഫോട്ടോയൊക്കെ ഇവിടെ സെറ്റ് ചെയ്തൊക്കെ വെച്ച് എല്ലാം സെറ്റാക്കി അവരെല്ലാവരും കൂടെ അവിടെ നിൽക്കുന്ന ഈ ഒരു സമയത്ത് ആ രണ്ട് ഗുണ്ടകളായിട്ടുള്ള അവന്മാരകത്തേക്ക് കയറി വന്നു. എന്നിട്ട് അവന്മാരാണെങ്കിൽ അഭിയെ നോക്കിയാൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കണ്ടുകൊണ്ട് കാണിക്കുക. പെട്ടെന്ന് സാറൊന്ന് അങ്ങോട്ട് നോക്ക് സാറേ എന്നും പറഞ്ഞുകൊണ്ട് കാണിച്ചു കൊടുക്കുക. അതായത് ആദർശും അനഘയും കൂടെ നിൽക്കുന്ന ഫോട്ടോ മുത്തശ്ശനെ അത് കാണിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ മുത്തശ്ശൻ ഞെട്ടി. മുത്തശ്ശൻ എന്നിട്ട് ആദർശിനെ ഒരു നോട്ടം, ആദർശം അതുപോലെ തന്നെ മുത്തശ്ശനെയും നോക്കി. ആദർശം നേരെ അഭിയെ നോക്കി. അപ്പോൾ എന്താടാ ഇത് എന്ന് മുത്തശ്ശൻ ചോദിക്കും കേട്ടോ. മുത്തശ്ശ എനിക്കറിയില്ല എന്ന് ആദർശ് പറഞ്ഞു. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, എനിക്കൊന്നും അറിയില്ല എന്ന് ആദർശ് ഇങ്ങനെ മുത്തശ്ശനോട് പറയാം. അപ്പോൾ ഏതാ എനിക്കൊപ്പം നിൽക്കുന്ന ആ പെൺകുട്ടി എന്ന് ആദർശ് ചോദിക്കുമ്പം എന്താ സാറേ ഈ പറയുന്നത്, സാറിനൊപ്പം പറ്റിച്ചേർന്ന് നിൽക്കുന്ന പെൺകുട്ടിയെ സാറിന് അറിയത്തില്ലേ എന്ന് ആ വന്നവന്മാരിങ്ങനെ ചോദിക്കുവാണേ. ആ സമയത്ത് ആദർശ് ഇങ്ങനെ നോക്കുക, നിങ്ങൾ മൂർത്തീസ് ജ്വല്ലറിയുടെ MD ആയതുകൊണ്ടാണോ അനഘമോളെല്ലാം ഉള്ളിൽ ഒതുക്കി നടന്നത്? അനഘമോൾ എത്ര പറഞ്ഞിട്ടും നിങ്ങൾ മോളെയും മോളുടെ കുഞ്ഞിനെയും ഏറ്റെടുക്കില്ല എന്ന് വന്നപ്പോഴാണ് അനഘമോൾ മൂർത്തി സാറിനെ വിളിച്ചത്. പക്ഷേ മോള് സാറിനോട് കാര്യങ്ങൾ പറയുന്നതിന് മുൻപ് മോൾ അങ്ങോട്ട് പോയെന്ന കാര്യമൊക്കെ പറഞ്ഞ് ഈ വന്നവരിങ്ങനെ പറയുക. അപ്പോഴാണ് ആദർശ് ആ പെങ്കൊച്ചിൻ്റെ മുഖം പോലും കാണുന്നത്. പെട്ടെന്ന് നോക്കുമ്പോൾ തൊട്ടരികിൽ നീ കുഞ്ഞ് കരയുന്നതും കാണും. ആദർശനൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ. എങ്കിലും ഞങ്ങൾക്കറിയാലോ സാറേ കഥകളൊക്കെ എന്നും പറഞ്ഞ് അവന്മാരിങ്ങനെ പറയുന്നു. മുത്തശ്ശനൊന്നും മിണ്ടുന്നില്ല. ഒരു പെങ്കൊച്ചിനെ പ്രേമിച്ചു വലയിലാക്കി അതിനൊരു കുഞ്ഞിനെയും കൊടുത്തിട്ട് അവൾ അസുഖക്കാരിയാണെന്ന് അറിഞ്ഞപ്പോൾ നിങ്ങൾ അവളെ പാടെ തള്ളിക്കളഞ്ഞല്ലേ എന്നൊക്കെ ചോദിച്ചിങ്ങനെ ഭയങ്കര ഡയലോഗുകളും കാര്യങ്ങളും. അപ്പോൾ നാട്ടുകാരൊക്കെ കൂടി നിൽക്കുക. അപ്പോൾ അതെല്ലാം മാക്സിമം ഉപയോഗപ്പെടുത്തുവാണ് ഈ രണ്ടുപേര്. അഭിനേരം ഇങ്ങനെ നോക്കി നിൽക്കുമോ ചിരിച്ചുകൊണ്ട്. അനന്തപുരിയിലെ പയ്യൻ്റെ ഭാഗത്തു നിന്നും ഇങ്ങനൊരു പ്രവൃത്തി ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തതാണെന്നൊക്കെ അവർ പറയുമ്പം കള്ളക്കഥകൾ മെനഞ്ഞ് ഞാനുമായി ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത പെൺകുട്ടിയെ ഞാനുമായി ചേർത്ത് വെച്ചാൽ അതൊന്നും ഞാൻ സമ്മതിച്ചു തരുമെന്ന് വിചാരിക്കണ്ട എന്ന് ആദർശ് നേരം പറഞ്ഞു. അഭി അന്നേരം ഒന്നും അറിയാത്ത പോലെ ഇങ്ങനെ നിൽക്കുക. പെട്ടെന്ന് ആദർശ് പറഞ്ഞു, മുത്തശ്ശ എനിക്കിതിനെപ്പറ്റി ഒന്നും അറിയില്ല, ഞാൻ ഈ പെൺകുട്ടിയെ ആദ്യമായിട്ട് കാണുകയാണെന്നുള്ള കാര്യവും പറഞ്ഞു. അപ്പം നിനക്കൊക്കെ ഇത് എന്തിൻ്റെ കേടാ? ഒരാൾ മരിച്ചു കിടക്കുമ്പോൾ പറയാൻ പാടില്ലാത്തതാ. എങ്കിലും ഇങ്ങനൊരു സാഹചര്യം വന്ന സ്ഥിതിക്ക് പറയാതിരിക്കാനും പറ്റില്ല. മരിക്കുന്നതിന് മുൻപ് ഈ കിടക്കുന്ന പെൺകുട്ടി ഇതുപോലൊരു തിരക്കഥ തയ്യാറാക്കി തന്നായിരുന്നോ എന്ന് അഭി ഇങ്ങനെ ഇവന്മാരോട് ചോദിക്കുമ്പം എൻ്റെ പൊന്നെ സാറേ വെറുതെ ഇവിടെ കിടന്ന സീൻ ഉണ്ടാക്കരുതെന്ന് പറഞ്ഞു ഈ വന്നവന്മാർ. ഈ സാർ ഇവിടെ വന്ന് പോയതിൻ്റെ തെളിവുകളും കാര്യങ്ങളും ഉണ്ട് സാറേ, അത് ഞങ്ങളൊക്കെ കണ്ടിട്ടുള്ളതാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആദർശ് എന്ന അയാളെ കുത്തിനി കയറി പിടിച്ച് എപ്പോഴാടാ ഞാനിവിടെ വന്നിട്ട് പോകുന്നത് കണ്ടത് എന്നൊക്കെ ചോദിച്ചത്. കൈയ്യോട് സാറേ എന്ന് പറഞ്ഞ അവന്മാർ. അപ്പോൾ കയ്യാങ്കളിയൊന്നും സാർ ഇവിടെ കാണിക്കണ്ട, നിങ്ങളെയൊക്കെ ഞങ്ങൾ ഒരുപാട് ബഹുമാനിക്കുന്ന കൂട്ടത്തിലാണ്, പ്രത്യേകിച്ച് മൂർത്തി സാറിനെ. അപ്പം മോനെ ആദർശ് മിണ്ടാതിരിക്കാൻ പറഞ്ഞു മുത്തശ്ശൻ. അപ്പോൾ നിനക്ക് ഈ പെൺകുട്ടിയെ പരിചയമില്ല എന്ന് പറഞ്ഞ സത്യമല്ലേ എന്ന് മുത്തശ്ശൻ ഇങ്ങനെ ആദർശനോട് ചോദിച്ചു. അപ്പോൾ അതേ മുത്തശ്ശൻ എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു. പിന്നെ എങ്ങനെ ഇതുപോലൊരു ഫോട്ടോ ഇവിടെ വന്നതെന്ന് മുത്തശ്ശൻ ആദർശനോട് ചോദിക്കുമ്പോൾ ഇന്നത്തെ കാലത്ത് രണ്ടുപേരെ ചേർത്ത് വെച്ച് ഇതുപോലുള്ള ഫോട്ടോസ് ഉണ്ടാക്കാൻ പ്രയാസം വല്ലതുണ്ടോ മുത്തച്ഛ എന്ന് ആദർശ് മുത്തച്ഛനോട് ചോദിക്കുക കേട്ടോ.
അപ്പോഴും മുത്തശ്ശൻ്റെ ചെവികളിലേക്ക് മുഴങ്ങുന്നത് ആ കുഞ്ഞിൻ്റെ കരച്ചില, അമ്മേന്ന് വിളിച്ചുള്ള ആ കരച്ചില. ആ സമയത്ത് ആ ഇരുന്ന് കരയുന്ന കൊച്ച് അനഘമോളുടെ കുഞ്ഞാണ്, ചാന്ദിനി മോള്. ഞങ്ങളൊക്കെ ചന്തു എന്ന് അവളെ വിളിക്കുന്നത്. പിന്നെ മോളുടെ അച്ഛൻ ആരാണെന്ന് പറഞ്ഞിട്ടാ അതിൻ്റെ അമ്മ പോയത്. ഇനി അതിനാരും ഇല്ല എന്നും പറഞ്ഞ് ഇങ്ങനെ അവന്മാർ അവിടെ നിന്ന് പറയുന്നു കേട്ടോ. അപ്പം ആരുമില്ലാത്ത കുഞ്ഞിനെ അതിന് ബന്ധുക്കളെ ഏറ്റെടുക്കേണ്ടതെന്ന് ആദർശ് പറഞ്ഞു. പിന്നെ അനാഥർക്ക് മൂർത്തീസ് ജ്വല്ലറി ഒരുപാട് ആശ്വാസങ്ങൾ കൊടുക്കുന്നുണ്ട്. മാസാമാസം നല്ലൊരു തുക അതിനു വേണ്ടി മാറ്റി വയ്ക്കുന്നുമുണ്ട്. അതുകൊണ്ട് ഈ കുഞ്ഞിൻ്റെ കാര്യത്തിൽ അങ്ങനെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ചെയ്യാൻ തയ്യാറാണെന്ന് ആദർശ് അന്നേരം പറഞ്ഞു. അഭി അന്നേരം അയ്യോ പാപം എന്ന രീതിയിൽ നിൽക്കുക കേട്ടോ. ഇതിനെ സുരക്ഷിതമായ സ്ഥലത്ത് എത്തിക്കാം, പക്ഷേ ഈ മോളുടെ പിതൃത്വം ഏറ്റെടുക്കാൻ എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് ആദർശ് അന്നേരം പറഞ്ഞു. യുവന്മാരന്നേരം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുക. അപ്പോൾ കേട്ടല്ലോ പറഞ്ഞത്, വ്യക്തമായ തെളിവില്ലാതെ ഒരു ഫോട്ടോയുടെ ബലത്തിൽ നിങ്ങൾ പറഞ്ഞത് സമ്മതിച്ചു തരാൻ ഞങ്ങൾക്ക് പറ്റില്ല എന്ന് മുത്തശ്ശൻ അന്നേരം പറഞ്ഞ്. ഇതൊക്കെ കേട്ട് ഇവന്മാരിങ്ങനെ പിന്നെയെന്ന് പറഞ്ഞ് നിൽക്കുക. പിന്നെ ഈ കുഞ്ഞിന് ആരോരും ഇല്ലെങ്കിൽ, കുഞ്ഞിനെ ഏറ്റെടുക്കാൻ ആളില്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ആദർശ് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. എന്നേക്കാളും വിശ്വാസമാണ് എനിക്ക് എൻ്റെ കൊച്ചുമോനെ എന്ന് മുത്തശ്ശൻ ഇങ്ങനെ പറയുമ്പം അഭിയാണെങ്കിൽ ഇങ്ങനെ ഉമ്മാരെ നോക്കുക. അതുകൊണ്ട് മോൻ പറയുന്നതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം സത്യം. പിന്നെ നിങ്ങളെല്ലാവരോടും സംസാരിച്ച് നിങ്ങൾ നാളെ ആദർശാണ് ഈ കുഞ്ഞിൻ്റെ അച്ഛനെന്ന് തെളിയിച്ചാൽ ഞാൻ തന്നെ വന്ന് ഈ കുഞ്ഞിനെ കൂട്ടിക്കൊണ്ട് പോയിക്കോളാം എന്ന കാര്യം മുത്തശ്ശൻ ഇങ്ങനെ പറഞ്ഞു. അപ്പോഴും ഉമ്മാരിങ്ങനെ നിൽക്കുക. കള്ളം പറഞ്ഞതിന് ഞാൻ എൻ്റെ കൊച്ചുമോന് തക്കതായ ശിക്ഷയും കൊടുത്തോളാമെന്നും പറഞ്ഞു. അവിടെ പിന്നെ ബന്ധവും സ്വന്തവും ഒന്നുമില്ല. ഇപ്പോൾ വ്യക്തമായ തെളിവില്ലാതെ എൻ്റെ കൊച്ചുമോന് ഒരു കൊച്ചിൻ്റെ അച്ഛനായി എന്താക്കാൻ എനിക്ക് പറ്റത്തില്ല എന്ന് മുത്തശ്ശൻ പറഞ്ഞു. ആ സമയത്ത് അഭി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണിട്ട് ഇറുക്കി കാണിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. നിങ്ങൾ വാ എന്നും പറഞ്ഞു തന്നിട്ട് അവരങ്ങോട്ടേക്ക് ഇറങ്ങുന്നു പോവാനായിട്ട്. ഈ സമയത്ത് ഇവന്മാർ രണ്ടുപേരും കൂടെ പുറത്തേക്ക് ഇറങ്ങി ചെല്ലുക. അപ്പോഴും ആ കുഞ്ഞ് അവിടെ ഇരുന്ന് ഇങ്ങനെ അമ്മയുടെ ബോഡിക്ക് അരികിലിരുന്ന് കരയുക കേട്ടോ. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് സാറേ ഒന്ന് നിൽക്കാൻ പറഞ്ഞുമാർ. ഇനി എന്തായാലും ചന്തുമോളെ അനാഥയാക്കാൻ പറ്റത്തില്ല. അവരുടെ സ്വന്തം അച്ഛൻ ജീവിച്ചിരിക്കുമ്പോൾ അവളെ അനാഥാലയത്തിലേക്ക് തള്ളിവിടാനൊന്നും പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഇവന്മാർ നാട്ടുകാരുടെ മുന്നിൽ വെച്ച് മുത്തശ്ശനോട് ഇങ്ങനെ പറയുന്നു. അഭിയന്നേരം നാലുപാടും നോക്കുക. അപ്പോൾ സാറിന് ഈ നാട്ടിൽ നിലയും വിലയൊക്കെ ഉണ്ട്. മൂർത്തി സാറെന്ന് പറഞ്ഞാൽ ഈ നാട്ടിൽ മാത്രമല്ല മറുനാട്ടിലും എല്ലാവർക്കും സാറിനെ പറ്റി നന്നായിട്ട് തന്നെ അറിയാം. അങ്ങനെയുള്ളപ്പോൾ ഇതൊക്കെ പുറം ലോകത്തെ അറിയിക്കണോ സാറേ? അതിൻ്റെ ആവശ്യമുണ്ടോ? അപ്പോൾ അതെ, ഇന്നത്തെ കാലത്ത് ഇത്തരം വാർത്തകൾ കിട്ടാൻ കാത്തിരിക്കുകയാണ് ചാനലുകാർ. അതൊക്കെ ആ നാണക്കേടാണ് സാറേ. മൂർത്തീസ് ജ്വല്ലറിയുടെ MD ഇത് ചെയ്തു എന്നറിഞ്ഞാൽ ആൾക്കാരൊക്കെ ഈ കൊച്ചിൻ്റെ മുഖത്ത് കാർക്കിച്ച് തുപ്പും എന്നും പറഞ്ഞ് ആദർശിനെ ചൂണ്ടിക്കാണിച്ച് ഇവന്മാർ പറയുക. അതുകൊണ്ടാണ് കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ട് സാറും സാറിൻ്റെ കൊച്ചുമക്കളും ഇവിടുന്ന് പോകാൻ പറഞ്ഞത്. അങ്ങനെ പോയാൽ മതി എന്നങ്ങനെ അവന്മാർ പറയുമ്പോൾ എന്താ ഭീഷണിയാണോ എന്ന് ചോദിച്ചു മുത്തശ്ശൻ. നാണം കെടുത്തോന്ന് പറഞ്ഞാൽ ഞങ്ങൾ നീയൊക്കെ പറഞ്ഞ് അനുസരിക്കുമെന്ന് കരുതിയോ? അങ്ങനെയുള്ള സംസാരമൊന്നും വേണ്ട എന്ന് മുത്തശ്ശൻ ഇങ്ങനെ പറയുന്നു കേട്ടോ. എൻ്റെ കൊച്ചുമോൻ ഈ കുറ്റം ഏറ്റെടുക്കാത്തിടത്തോളം കാലം എന്തിൻ്റെ പേരിലായാലും ശരി നിൻ്റെയൊക്കെ ആവശ്യം അംഗീകരിച്ചു തരാൻ കഴിയില്ല. നീ ഇതൊക്കെ നാട്ടിൽ പാട്ടാക്കുമെങ്കിൽ അത് ആയിക്കോളാൻ പറഞ്ഞു. അങ്ങനെയൊന്നും ഞാൻ ഭയക്കില്ലെന്നും മുത്തശ്ശൻ പറയുക. ബിസിനസ് കുറഞ്ഞാലും ശരി സത്യസന്ധത കൈവെടിയരുന്ന് ആഗ്രഹിക്കുന്ന കൂട്ടത്തിലുള്ള ആളാണ് ഞാൻ. അതുകൊണ്ട് നിങ്ങൾ വാടാ മക്കളെ എന്ന് പറഞ്ഞ് മുത്തശ്ശൻ പോകുമ്പോഴേക്കും കൊച്ചു പുറകിൽ നിന്ന് അച്ഛാന്നും പറഞ്ഞൊരു ഒറ്റ വിളി. അവിയാണ് ആദ്യം തിരിഞ്ഞു നോക്കുന്നത്. ദൈവമേ, കൊച്ചു ആരെയാണോ വിളിക്കുക, ആരുടെ അടുത്തേക്കാണ് ചെല്ലുന്നതെന്നുള്ള പേടിയിലേ ആ കുഞ്ഞാണ് അച്ഛാന്നും പറഞ്ഞ് വിളിച്ച് ഇറങ്ങി വരുന്നു. ഇറങ്ങി വന്ന് ആദർശിനെയാണ് കെട്ടിപ്പിടിക്കുന്നത്. ആദർശിനെ കെട്ടിപ്പിടിച്ച് കഴിഞ്ഞപ്പം ഞെട്ടിപ്പോയിട്ടോ ആദർശം. അച്ഛാ ഞാനും വരുന്ന അച്ഛാ, എന്നെയും കൂടെ കൊണ്ടുപോ അച്ഛാന്നും പറഞ്ഞുകൊണ്ട് ആ കൊച്ചാണെ ആദർശിൻ്റെ കൈ പിടിച്ചു ഭയങ്കര കരച്ചിൽ. മുത്തശ്ശനാണെങ്കിൽ ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്നു. അബിയാണെങ്കിൽ ഇങ്ങനെ നോക്കി നിൽക്കുക. അപ്പോൾ അച്ഛാ എന്നെയും കൂടി കൊണ്ടുപോ അച്ഛാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആ കുഞ്ഞ് പറയുമ്പോൾ കുഞ്ഞുങ്ങളുടെ കരച്ചിൽ സഹിക്കാൻ പറ്റില്ല എനിക്ക്. അതുകൊണ്ട് മാത്രം ഈ കുഞ്ഞിനെ ഞാൻ കൊണ്ടുപോവുകയാണ് എന്ന് മുത്തശ്ശൻ പറഞ്ഞിട്ട് ആ കുഞ്ഞിനെ അങ്ങ് എടുത്തു. അപ്പം ഈ കുഞ്ഞിന് ഞങ്ങൾക്കൊപ്പം ജീവിക്കുമെന്നും പറഞ്ഞു. അത് കേട്ടപ്പം ആദർശ് മുത്തശ്ശ ഒന്നും പറയണ്ട എന്ന് മുത്തശ്ശൻ. അപ്പം ഈ കുഞ്ഞ് നീയാണ് അച്ഛനെന്ന് ഉറപ്പിച്ചു പറഞ്ഞതുകൊണ്ട് ഈ കുഞ്ഞിനോട് അവർ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ഇവളുടെ അമ്മയും മറ്റുള്ളവർ ആരൊക്കെയോ ചേർന്ന്. അതുകൊണ്ടാണ് ഈ കുഞ്ഞ് നിന്നെ അച്ഛ എന്ന് വിളിച്ചത്. അഭിയന്നേരം ഇങ്ങനെ സന്തോഷത്തോടെ നിൽക്കുക. അത് കുഞ്ഞിൻ്റെ മനസ്സിൽ വേറൊറച്ച് പോയിരിക്കുകയാണെന്ന കാര്യവും. അതുകൊണ്ട് തൽക്കാലം നീ അനുസരിക്കണം മോനെ എന്ന് മുത്തശ്ശൻ ആദർശനോട് പറയുന്നു. ഈ സമയത്ത് അഭിങ്ങ നോക്കുക കേട്ടോ. ഒരു കുഞ്ഞ് ഓടി വന്ന് കാലിൽ പിടിച്ച് കരയുമ്പോൾ അതിനെ തട്ടി മാറ്റിയിട്ട് പോകാൻ ഈ മുത്തശ്ശന് പറ്റില്ല. അത് നിനക്ക് കഴിയുമോ എന്ന് മുത്തശ്ശൻ ആദർശനോട് ചോദിക്കുന്നു. അങ്ങനെ ആ കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഏകദേശമൊക്കെ തീരുമാനം ഉണ്ടാക്കി മുത്തശ്ശനും ആദർശനും കൂടെ പോവാം. എങ്കിലും ഓരോരോ കള്ളക്കഥകൾ പടച്ചുണ്ടാക്കുമ്പോൾ അതിനെ നമ്മളിങ്ങനെ പ്രോത്സാഹിപ്പിക്കണോ മുത്തശ്ശ എന്ന് അഭി ചോദിച്ചു. ഇനി ആരും ഒന്നും പറയണ്ട, തൽക്കാലം ഈ കുഞ്ഞിനെ കൊണ്ടുപോകാൻ ഞാൻ തീരുമാനിച്ചു എന്നും ഇനി ആരും ഇതിനെ എതിർക്കണ്ട എന്നും
നമ്മുടെ മുത്തശ്ശൻ ഇങ്ങനെ ഇവരോട് രണ്ടുപേരോടുമായിട്ട് പറയുക കേട്ടോ. അന്നേരം അബി മുത്തശ്ശ എന്നും പറഞ്ഞിട്ട് കൊച്ചിനെ മേടിക്കുക. അയ്യോ, ഇങ്ങനെ മേടിച്ച് കൈ പിടിച്ച് ഇവനിങ്ങനെ നിൽക്കുക കേട്ടോ. ഈ സമയത്ത് ആ പരിപാടികൾ മുഴുവൻ പ്ലാൻ ചെയ്ത് ഒരുക്കിയവന്മാർ പുറത്തും ഇങ്ങനെ നിൽക്കുന്നു. അതിൻ്റെ അമ്മയുടെ അടക്കം കഴിഞ്ഞിട്ട് വിട്ടാൽ പോരായിരുന്നോ എന്നൊക്കെ ഇവന്മാർ പറയുമ്പോൾ, ഓ ഒന്ന് ചുമ്മാതിരിക്കടാ, ചത്തവളോ പോയി, ഇനി അവളെ കൊണ്ടുപോയി കത്തിച്ച് കളയണം, എന്നിട്ട് വേണം കണക്ക് പറഞ്ഞ് ബാക്കി കാശുകളൊക്കെ വാങ്ങിക്കാൻ എന്നും പറഞ്ഞിങ്ങനെ അവന്മാർ രണ്ടുപേരും അവിടെ നിൽക്കും. അഭിയന്നേരം ഈ കുഞ്ഞുമായിട്ട് ഇങ്ങനെ പോവുകട്ടോ. കുഞ്ഞു മുത്തശ്ശനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, അതുപോലെ തന്നെ ആദർശിനെയും. ഈ സമയത്ത് ഇവിടെ അനഘയുടെ ചടങ്ങുകളും കാര്യങ്ങളും എല്ലാം നടത്താനിരിക്കാം. അപ്പോൾ എന്താ മുത്തശ്ശ, ഇനിയിപ്പോൾ നയനയോടും അമ്മയോടും മറ്റുള്ളവരോടൊക്കെ ഞാൻ എൻ്റെ നിരപരാധിത്വം എങ്ങനെ തെളിയിക്കുമെന്ന് ആദർശ് ചോദിക്കുക കേട്ടോ. ആ സമയത്ത് അഭി ഒരു കൂസലും ഇല്ലാതെ ഇങ്ങനെ ഇരിക്കുക. ആദർശേട്ടാ വണ്ടി ഒന്ന് നിർത്തിക്കേ എന്ന് അഭി ഇങ്ങനെ പറഞ്ഞു. അന്നേരം ആദർശ് ഒരു സൈഡിൽ കൊണ്ടുവന്ന് വണ്ടി നിർത്തി. അപ്പോൾ മുത്തശ്ശനോടും അതുപോലെ തന്നെ ആദർശനോടും വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞു. എന്തിനാടാന്ന് ചോദിക്കുമ്പോൾ ഒന്ന് ഇറങ്ങാൻ പറഞ്ഞു. മോളിവിടെ ഇരിക്കട്ടോ, ഞങ്ങളൊന്ന് പുറത്തിറങ്ങിയിട്ട് ഇപ്പോൾ വരാവേ എന്നും പറഞ്ഞിട്ട് ഈ കുഞ്ഞിനെ വണ്ടിയിൽ ഇരുത്തിയിട്ട് അബിയും ഇവർക്കൊപ്പം പുറത്തേക്ക് ഇറങ്ങണം. അങ്ങനെ ഇവർ 3 പേരും കൂടെ പുറത്തിറങ്ങി ഇങ്ങനെ നിൽക്കുക. അപ്പോൾ അബിയുടെ മനസ്സിൽ അടുത്ത കുറുക്കോഴി ഇവരോട് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് എങ്ങാണ്ടുള്ള പരിപാടിയാണ് അവൻ. ആദർശേട്ടൻ മൂർത്തീസ് ജ്വല്ലറിയുടെ MD ആയതുകൊണ്ടാണ് അവിടെയുള്ളവരുടെ സംസാരം കേട്ടിട്ട് തൽക്കാലം കുഞ്ഞിനെ നമ്മൾ ഏറ്റെടുത്ത് കൊണ്ടുവന്നതെന്നും, അപ്പോൾ അത് ഭീഷണി കൊണ്ടൊന്നുമല്ല, അവിടെ നടന്നതൊക്കെ നീ കണ്ടതല്ലേ എന്ന് മുത്തശ്ശൻ എന്തായാലും ചോദിച്ചു. ആ കുഞ്ഞ് ഓടി വന്ന് ഇവൻ്റെ കയ്യിൽ പിടിച്ച് കരഞ്ഞപ്പോൾ എനിക്ക് പിന്നെ മറ്റൊന്നും ആലോചിക്കാൻ പറ്റിയില്ല എന്ന് മുത്തശ്ശൻ ഇങ്ങനെ പറയണു കേട്ടോ ഇവരോട്. പിന്നെ നിൻ്റെ അമ്മയെ ഞാനും വസുന്ധരയുമാണ് ഏറ്റെടുത്തത്, പക്ഷേ അത് സഹതാപം കൊണ്ട് ഏറ്റെടുത്തതല്ലേ മുത്തശ്ശ, അതിൻ്റെ പിന്നിൽ ഇങ്ങനെ ഒരു കഥയൊന്നും ഇല്ലല്ലോ എന്നിങ്ങനെ ആദർശ് അന്നേരം ചോദിച്ചു കേട്ടോ. അപ്പോൾ അതാ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ സംഭവം പുറം ലോകം അറിഞ്ഞാൽ നമുക്കത് മോശപ്പേര് തന്നെയാണ്, പ്രത്യേകിച്ച് ആദർശേട്ടനാണ് പ്രതിയെന്ന് അറിയുമ്പോൾ എന്ന് അഭി ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞ് വഷളാക്കിക്കൊണ്ടിരിക്കുക. പിന്നെ കമ്പനിയുടെ MD ആയ ആദർശേട്ടന് ആരും ഒരു വിലയും തരാനും പോകുന്നില്ല എന്നും പറഞ്ഞു. മുത്തശ്ശന് ഒത്ത പകരക്കാരനാണെന്നാണ് ഇപ്പോൾ കമ്പനിക്ക് അകത്തും പുറത്തും ഉള്ളവരൊക്കെ ആദർശേട്ടനെ പറ്റി പറയുന്നത്. അതൊക്കെ ഒറ്റ നിമിഷം കൊണ്ട് ഇല്ലാണ്ടാകുമെന്നും ഈ കുഞ്ഞ് ആദർശേട്ടൻ്റെ ചോരയാണെന്ന് പുറം ലോകം അറിഞ്ഞാലെന്ന് പറയുമ്പം, എടാ ആ കുഞ്ഞ് എൻ്റേതല്ല എന്ന് തെളിയിക്കാൻ ഒരുപാട് മാർഗങ്ങളുണ്ടെന്ന് ആദർശ് പറയുമ്പോൾ, പക്ഷേ അതുവരെ സോഷ്യൽ മീഡിയ ഇതെടുത്തിട്ട് അലക്കും. ഇനിയിപ്പോൾ ഏട്ടൻ നിരപരാധിയാണെന്ന് തെളിഞ്ഞാലും അത് നമ്മുടെ പണക്കൊഴുപ്പ് കൊണ്ട് നമ്മുടെ കൈകൾ ശുദ്ധമാക്കിയതാണെന്ന് പറയുമെന്നുള്ള കാര്യമൊക്കെ അഭി ഇങ്ങനെ പറയാം. അത് ശരിയാ മോനെ, അതിവൻ പറയുന്നത് ശരിയാണെന്ന് മുത്തശ്ശൻ അന്നേരം പറഞ്ഞു. നിന്റെ ദേഹത്ത് ചെളി വീണാൽ അത് കമ്പനിയെ ബാധിക്കും, പിന്നെ അത് പുറം ലോകം അറിയാതിരിക്കാനേ ഇപ്പം നമ്മൾ ഇത് തന്നെയാണ് ചെയ്യേണ്ടതെന്ന കാര്യം അച്ഛൻ ഇങ്ങനെ പറയുക. അപ്പം മുത്തശ്ശൻ എന്ത് ഈ പറയുന്നത്, ഇത് കാട്ടുതീ പോലെ പടല്ലേ മുത്തശ്ശ എന്ന് അഭിമൻ കയറി ചോദിക്കുമ്പം, അതിന് ഞാൻ നോക്കിയിട്ട് ഇനി ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ എന്ന് അഭി പറയുക കേട്ടോ. എന്തു വഴി? മുത്തശ്ശൻ ഇങ്ങനെ നോക്കി നിൽക്കുക. ആ കുഞ്ഞ് എൻ്റേതാണെന്ന് പറയുക. അപ്പോഴേക്കും അഭി ഇങ്ങനെ ഞെട്ടുക, ആദർശ് ഇങ്ങനെ ഞെട്ടു അഭി ഇത് പറയുന്നത് കേട്ടപ്പോൾ. ഈ സമയത്ത് മുത്തശ്ശനും ഇങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുക കേട്ടോ. എന്തായാലും എനിക്ക് നല്ല മോശപ്പേരുണ്ടല്ലോ, ആ കുഞ്ഞ് എൻ്റേതാണെന്ന് പറഞ്ഞാൽ ആർക്കും അതിൽ വലിയ അത്ഭുതവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ അഭി പറയുക കേട്ടോ. അപ്പം മുത്തശ്ശൻ ഇങ്ങനെ നോക്കുവാണേ, കാരണം എൻ്റെ മുൻകാല പ്രവർത്തികളൊക്കെ എല്ലാവർക്കും അറിയാം, വീട്ടിലുള്ളവർക്കും നാട്ടിലുള്ളവർക്കും എല്ലാവർക്കും അറിയാമല്ലോ. അതുകൊണ്ട് അവരൊന്നും ഇതത്ര വലിയ കാര്യമാക്കില്ല എന്നൊക്കെ പറഞ്ഞു. എടാ നീ എനിക്ക് വേണ്ടി ഇങ്ങനെ ത്യാഗമൊന്നും ചെയ്യേണ്ടെന്ന് ആദർശ്. അപ്പം ആദർശേട്ടാ, നമ്മുടെ കുടുംബത്തിൻ്റെയും കമ്പനിയുടെയും അന്തസ്സ് നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു മാർഗം പറഞ്ഞതെന്നൊക്കെ അഭി ഇങ്ങനെ പറയണു. പക്ഷെ നടന്നത് എന്താണെന്ന് എൻ്റെ അമ്മ പോലും അറിയാൻ പാടില്ല. അപ്പം നിൻ്റെ ഏട്ടന് വേണ്ടി ഇങ്ങനൊരു പുണ്യം ചെയ്യാൻ നിന്നെപ്പോലെ ഒരാൾക്ക് കഴിയുമോ അഭി? അപ്പം അങ്ങനെ മുത്തശ്ശൻ ചോദിച്ചപ്പോൾ, കഴിയും, ഞാൻ പഴയ അഭിയൊന്നും അല്ല മുത്തശ്ശ, അത് നവ്യ പോലും ഇപ്പോൾ സമ്മതിക്കുന്നുണ്ടല്ലോ. എൻ്റെ അമ്മയ്ക്കാണ് മാറ്റമില്ലാത്തത്, കുറച്ച് നാളായിട്ട് എൻ്റെ സ്വഭാവത്തിൽ പൊതുവെ മാറ്റം ഉണ്ടെന്നൊക്കെ സ്വയം അങ്ങ് പറഞ്ഞതായി ക്രെഡിറ്റ് എടുക്കുക. അപ്പം നീ എന്താ മോനൊന്നും പറയാത്തത് എന്ന് മുത്തശ്ശൻ ആദർശനോട് ചോദിക്കുമ്പോൾ, മുത്തശ്ശൻ ഞാൻ എന്തു പറയാനാ, ആ കുഞ്ഞ് എൻ്റെ കുഞ്ഞല്ല, ഇവൻ്റെയും കുഞ്ഞല്ല. പിന്നെ ഇവൻ പറയുന്നത് പോലെ ഓൺലൈൻ മീഡിയ നാളെ നമ്മുടെ കുടുംബത്തിൽ കയറി നിറങ്ങാതിരിക്കാൻ എന്തെങ്കിലും ഒരു പ്രതിവിധി കണ്ടെത്തിയേ പറ്റുമെന്ന് മുത്തശ്ശൻ ഇങ്ങനെ പറയുമ്പം, ആ പ്രതിവിധിയാണ് ഞാൻ പറഞ്ഞത്, അകത്തിരിക്കുന്ന കുഞ്ഞിനറിയാം അതിൻ്റെ അച്ഛൻ ആരാണ് എന്നുള്ളത്. ആ സമയത്ത് പക്ഷേ നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ കുഞ്ഞിനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണമെന്നും കുഞ്ഞിൻ്റെ അച്ഛൻ ഞാനാണെന്ന് പറയണമെന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ ഈ അഭി തട്ടിവിടുമ്പം, പക്ഷെ അതിൻ്റെ മനസ്സിൽ വേറൊറച്ച് പോയത് ആദർശിൻ്റെ മുഖമാണെന്നും അതത് മാറ്റുമെന്നും മുത്തശ്ശൻ ചോദിക്കുക. അത് ആ മോളുടെ അമ്മയ്ക്ക് പറ്റിയ തെറ്റാണെന്നും യഥാർത്ഥ അച്ഛൻ ഞാനാണെന്നും പറയണമെന്ന കാര്യമൊക്കെ ഈ അഭി പറയുക കേട്ടോ. അതുപോലെ തന്നെ ആദർശേട്ടനാണെങ്കിൽ കുഞ്ഞിൻ്റെ അച്ഛനെന്ന് പറഞ്ഞാൽ ആ നിമിഷം ആ മോൾക്ക് നമ്മുടെ തറവാട്ടിൽ നിന്ന് പുറത്തു പോകേണ്ടി വരുമെന്നും പറയണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കുഞ്ഞു മനസ്സാ അതിൻ്റെ ഉള്ളിൽ ഭയമുണ്ടെങ്കിൽ അത് നമ്മൾ പറയുന്നത് പോലെ പറയുകയുള്ളൂ എന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ
പറഞ്ഞു കേട്ടോ ഈ അഭി. അപ്പോൾ ജീവിതത്തിൽ ഇതുവരെ എനിക്ക് ഇതുപോലൊരു നാടകം കളിക്കേണ്ടി വന്നിട്ടില്ല, ഇതിപ്പോൾ ആദ്യമായിട്ടാണ്. സത്യം പറഞ്ഞ ഈ അടുത്ത സമയത്ത് വീടിനകത്ത് പലരും സംസാരിക്കുന്നതും സംസാരിക്കാതിരിക്കുന്നതിൻ്റെ ഒക്കെ കാണേണ്ടതൊക്കെ സാക്ഷിയായി വന്നിട്ടുള്ളത്. അതിനു മുൻപൊക്കെ എൻ്റെ ജീവിതം ഒരു തുറന്ന പുസ്തകമായിരുന്നു എന്ന കാര്യമൊക്കെ പറഞ്ഞ് ഇപ്പോഴത് രണ്ടും കേട്ടൊരവസ്ഥയിൽ ജീവിക്കേണ്ടി വന്നിരിക്കുകയാണെന്നൊക്കെ മുത്തശ്ശൻ പറയുമ്പോൾ, മുത്തശ്ശ ഇത് ഞാൻ പറഞ്ഞതല്ലാതെ മറ്റൊരു സൊല്യൂഷൻ ഈ കാര്യത്തിന് ഇല്ല മുത്തശ്ശ, ഇത് മനസ്സിലാക്കും മുത്തശ്ശ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അഭി അവിടെ നിന്ന് ഇങ്ങനെ തട്ടി വിട്ടുകൊണ്ടിരിക്കുക കേട്ടോ. ആ സമയത്ത് ആദർശേ ഒരു പാവം കുഞ്ഞത് തൽക്കാലം അത് അനന്തപുരി തറവാട്ടിൽ വളരട്ടെ, അതിനുവേണ്ടി എന്താണെന്ന് വെച്ചാൽ ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു. സാവകാശം നമുക്ക് സത്യം കണ്ടെത്താം, അതുവരെ ഇവൻ പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോട്ടെ എന്ന് പറഞ്ഞു മുത്തച്ഛനെ. അപ്പോൾ കമ്പനിയുടെ വളർച്ചയ്ക്ക് അത് ആവശ്യമാണ് മുത്തശ്ശ എന്നും പറഞ്ഞ് അഭി നമുക്ക് പോകാമെന്ന് പറഞ്ഞ് ഇവർ തിരിച്ച് വണ്ടിയിലേക്ക് കയറി. അഭി ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം അഭി നേടിക്കൊണ്ടിരിക്കുക കേട്ടോ. വണ്ടിയിലേക്ക് കയറി ആദർശിന് സഹിക്കാൻ പറ്റാതെ ഇങ്ങനെ ഇരിക്കുക, ദേഷ്യം അല്ലെങ്കിൽ സങ്കടം. അത് കഴിഞ്ഞ് മുത്തശ്ശനും അതേപോലെ തന്നെ. പിന്നെ വണ്ടിയിലേക്ക് കയറി അഭി ഇങ്ങനെ കൊച്ചിനെ മടിയിലേക്ക് എടുത്തു വെച്ചിട്ട് മോളുടെ അച്ഛൻ ഇതല്ല, മോളുടെ അച്ഛൻ ഞാനാ കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, അല്ല ഇതാ എൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞ് കുഞ്ഞ് ആദർശിനെ കാണിച്ചു കൊടുക്കുക. ആ സമയത്ത് അല്ല മോളെ ഞാനാ മോളുടെ അച്ഛൻ കേട്ടോ, അപ്പോൾ മോളുടെ അമ്മയ്ക്ക് ഒരു തെറ്റ് പറ്റിയതാ കേട്ടോ എന്നൊക്കെ അഭി പറഞ്ഞു. മോൾക്ക് വിശക്കുന്നുണ്ടോ? വിശക്കുന്നുണ്ടെന്ന് കുഞ്ഞു പറഞ്ഞു. ആ സമയം നമുക്ക് നല്ലൊരു ഹോട്ടലിൽ കയറി ആഹാരമൊക്കെ കഴിച്ചിട്ട് നമ്മുടെ വീട്ടിലേക്ക് പോകാം കേട്ടോ എന്നൊക്കെ അഭി ഇങ്ങനെ കുഞ്ഞിനോട് പറയാം. ഈ സമയത്ത് മുത്തശ്ശ ഇനി അങ്ങോട്ട് പോയി വല്ല സീനും ഉണ്ടാക്കണോ എന്ന് ആദർശ് ചോദിക്കുമ്പോൾ, എന്ത് സീൻ ഉണ്ടാക്കാൻ, നമ്മൾ കുഞ്ഞിനെ ഏറ്റെടുത്ത് കഴിഞ്ഞില്ലേ എന്ന് ചോദിച്ചു മുത്തശ്ശൻ. എന്നാൽ പിന്നെ അങ്ങോട്ട് വണ്ടി വിടാൻ പറഞ്ഞു. അങ്ങനെ അവർ അങ്ങ് പോണു. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന ഗോവിന്ദേട്ടനെ കേട്ടോ. ഗോവിന്ദേട്ടൻ അവിടെ അങ്ങനെ ഇരിക്കുന്നു. ഈ സമയത്ത് നവ്യ അമ്മയെന്നും പറഞ്ഞു വിളിച്ചു. അപ്പോഴേക്കും ഓടി ചെല്ലുക നമ്മുടെ കനക. എന്ത് പറ്റിയെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് തീരെ വയ്യമ്മേ, എനിക്ക് പറ്റുന്നില്ല, കുറച്ച് നേരമായിട്ട് പെയിൻ ഉണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് എന്താ മോളെ നീ ഒന്നും പറയാത്തതെന്ന് ചോദിച്ചു. കനക പെട്ടെന്ന് റെഡിയാകുക, ഉടനെ ഹോസ്പിറ്റലിൽ പോകണമെന്നൊക്കെ പറഞ്ഞിങ്ങനെ ഗോവിന്ദേട്ടൻ പറയുമ്പം, അയ്യോ വേണ്ടച്ചാ, വേദന കൂടുകയാണെങ്കിൽ അബിയെ വിളിച്ച് പറഞ്ഞാൽ മതി, ഞാൻ വന്ന് കൊണ്ടുപോയിക്കോളൂ കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞു. എന്താ ഞങ്ങൾ കൊണ്ടുപോയാൽ പറ്റത്തില്ല എന്ന് കനകൻ ചോദിക്കുമ്പോൾ, ഇപ്പം വേണ്ടാന്ന് പറഞ്ഞു നവ്യ. എന്നിട്ട് ഇവരിങ്ങനെ വേദന പാലൊക്കെ കൊടുത്ത് അങ്ങനെ ഇരിക്കുക. അപ്പോൾ ഇത്ര സിറ്റുവേഷൻ വന്നപ്പോഴത്തേക്കും അവന് തിരക്കായിരിക്കും മോളെ, അങ്ങനെയുള്ളപ്പോൾ എന്തിനാ അവനെ വിളിക്കുന്നത്, ഞങ്ങൾ കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നവ്യക്ക് വേദന അവിടെ ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ നമ്മൾ കഥ അവസാനിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാം കേട്ടോ. നന്ദി.